ഹായ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാക്കണ ഒരു റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് റെഡിയാക്കാൻ പോണേ. സാധാരണ നമ്മൾ നീർദോശ ഉണ്ടാക്കുമ്പോൾ ഒന്നെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ പൊടി വെച്ച് ഉണ്ടാക്കും. എപ്പോഴും ഒരേപോലത്തെ ബാറ്റർ വെച്ചിട്ടാണ് നീർദോശ ഉണ്ടാക്കുക. ഇനി നീർദോശ ഉണ്ടാക്കുമ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കണ പോലെ ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് ഉണ്ടാക്കി നോക്കൂട്ടാ. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. 1/4 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇത് 10 മിനിറ്റ് നമുക്ക് കുതിർത്തി വെക്കാം. അതേ കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യണത്. റവ നല്ല സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയാണ് കുതിർത്തി വെക്കുന്നത്. റവ നല്ല സോഫ്റ്റായി കിട്ടി ഇതിലേക്ക് 1/2 കപ്പ് മൈദ ആഡ് ചെയ്യുന്നുണ്ട്. 3/4 കപ്പ് അരിപ്പൊടി. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്യാം. കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 1 പച്ചമുളക്, കുറച്ച് മല്ലിയില, വേപ്പില, 1 ക്യാരറ്റ് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ ഓയിൽ ചേർക്കണത് നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും, പിന്നെ തവയിൽ ഒട്ടിപ്പിടിക്കില്ല. അതിന് വേണ്ടിയാണ് ഓയിൽ ചേർക്കണത്. ഓയിൽ നല്ലോണം മിക്സ് ആവണം. ഓയിൽ നല്ലോണം ബാറ്ററിൽ മിക്സ് ആയതിന് ശേഷം ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നീർദോശയ്ക്ക് നമ്മൾ എന്തോരം വെള്ളം ആഡ് ചെയ്യുമോ അതേപോലെ തന്നെ. ഇപ്പം കറക്റ്റ് പാകമായി ബാറ്ററി. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്കുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പാൻ ചൂടാവുമ്പോൾ ബാറ്റർ നല്ലോണം ഇളക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ ഒരെണ്ണം ഒഴിക്കുമ്പോൾ നമുക്ക് ബാറ്ററിൻ്റെ പാകം കറക്റ്റ് അറിയാൻ പറ്റും. നമ്മൾ ഒരെണ്ണം ഒഴിക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ബാറ്ററിൻ്റെ പാകം അറിയാൻ പറ്റും. കുറച്ചും കൂടി വെള്ളം വേണോ വേണ്ടേ എന്നുള്ളതൊക്കെ അപ്പം നമുക്ക് കറക്റ്റ് അറിയാം കേട്ടോ. അതനുസരിച്ച് വെള്ളം നിങ്ങൾ ആഡ് ചെയ്തോളൂ. അതുപോലെ ഇതിൽ ഞാൻ കുരുമുളക് ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് ഇഷ്ടമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്തോളൂ. അതിന് പകരം കുരുമുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറേശ്ശെ ദോശ വെന്ത് വരുമ്പോൾ സൈഡിലൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഭാഗം ദോശ റെഡി ആയിട്ട് നമുക്ക് മറിച്ചിടാം. ഒട്ടും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ ദോശ, നമ്മൾ ഓയിൽ ചേർത്ത കാരണം. ഇതുണ്ടല്ലേ എത്ര ക്രിസ്പിയാണ് ഈ ദോശ എന്ന്. അടുത്തത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓരോ പ്രാവശ്യം ബാറ്റർ ഒഴിക്കുമ്പോഴും തവ നല്ല ഹീറ്റായി ഉണ്ടാവണം. അതുപോലെ ബാറ്റർ ഇളക്കിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും റെഡിയാക്കി എടുക്കാം. ക്രിസ്പി ആ ദോശ കിട്ടിയേക്കണേ. നമ്മൾ ഓയിൽ ചേർത്ത് തന്നെ നല്ല ക്രിസ്പി ആവും കേട്ടോ. റവയും നല്ല സോഫ്റ്റ് ആയി ഉണ്ടാവണം. നല്ല ഇത്ര ക്രിസ്പി ആയിട്ട് നമുക്ക് നീർദോശ കിട്ടുള്ളൂ. ദോശ എത്ര ക്രിസ്പി ആയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം. ഞാൻ മടക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഈ ദോശ ഇത്രയും ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തണുത്ത് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഇനി നീർദോശ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ബാറ്റർ റെഡിയാക്കിയിട്ട് ഉണ്ടാക്കി നോക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.